അയ്യോ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ അടിച്ചു. ഏകദേശം എത്രയാണ് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 26,311 റേഞ്ച്, കറക്റ്റ് നമ്പർ അറിയത്തില്ല, എന്നാലും അറൗണ്ട് 26,311 ആ റേഞ്ചിലെങ്ങാണ്ടാണ് ഓൾ ടൈം ഹൈ അടിച്ചേക്കുന്നത്. 277 എന്നുള്ളത് മാറി ഒരു 10-25-30 പോയിൻ്റ് കൂടെ മുകളിലോട്ട് കയറി ഇട്ട് നേരെ തിരിച്ച് ഇനി പോരുന്നു. സാന്നിധ്യം അറിയിച്ചിട്ട് ആശാൻ ഇനി തിരിച്ചു പോരുന്നു. അപ്പം ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ജസ്റ്റ് താഴോട്ട് വന്നതിന് ശേഷം മേലോട്ട് പോകത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങി വന്ന് നേരെ തിരിച്ച് മേലോട്ട് പോയി. ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇവിടെ ഒന്നും നമ്മുടെ വിഷയമല്ല. മാർക്കറ്റ് 50 പോയിൻ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. 50 പോയിൻ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ കിടന്ന് ആടിക്കളിച്ച് പേരിന് വേണ്ടി ഒരു ഓൾ ടൈം ഹൈ നടത്തി. കാരണം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം ജസ്റ്റ് മാർക്കറ്റിന് മുകളിൽ പോയി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സാന്നിധ്യം അറിയിച്ചതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി, അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫോൾ കിട്ടി. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് കുറേ നേരം ആടിക്കളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളിത് മാർക്കറ്റ് ഇത് മാറി നിൽക്കുക. കാരണം മാർക്കറ്റിന് ഒരു മുകളിലോട്ട് പോകാൻ മാർക്കറ്റിന് ഒരു ഊർജ്ജവും ഇല്ല, താഴോട്ടിട്ട് വീഴുന്നതുമില്ല. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് പ്രീമിയം ഒരുക്കി തീർക്കാൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർ നിങ്ങൾ മാറി നിൽക്കുക. അഥവാ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇല്ലേ, ഇന്നത്തെ ഓപ്പണിങ് ബ്രേക്ക് ചെയ്യണം. അതിന് ശേഷം കൺഫർമേഷൻ നമുക്ക് 26,214 അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഫർദറായിട്ട് നമുക്ക് താഴോട്ടൊരു ബ്രേക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പണിങ് ബ്രേക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നമ്മളിന്ന് രാവിലെ മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ചായിരുന്നു അല്ലേ. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പം ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് രാവിലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസിൽ നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ അന്നേരം ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് 26,700 നല്ലപോലെ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. ഈ പുട്ട് റൈറ്റിംഗ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കോൾ റൈറ്റിംഗും ഉണ്ട്. 26,250 300 നല്ല രീതിയിൽ കോൾ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ രാവിലെ തന്നെ അത് 7:28, അതായത് നിങ്ങളുടെ നാട്ടിലെ 10 മണിയായപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടം വരെ ആയി മാർക്കറ്റ് നമുക്ക് നോക്കാം. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 മണി ഇവിടെ ഈ ഏരിയയിലെത്തിയപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ ഈ ഏരിയയിലെത്തിയപ്പോഴാണ് ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ മീൻസ് സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടത്. ഓക്കെ, അത് ഞാൻ ആ പറഞ്ഞ വീഡിയോ ഇതൊന്ന് കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,200 പുട്ട് റേറ്റിംഗ് ആണ് കൂടുതലെങ്കിലും അതേ അളവിൽ തന്നെ കോൾ റേറ്റിംഗ് അവിടെ ഉണ്ട്. 26,250 കോൾ റേറ്റിംഗ് നല്ലപോലെ ഉണ്ട്. 26,300 നല്ലപോലെ കോൾ റേറ്റിംഗ് ഉണ്ട്. പുട്ട് റേറ്റിംഗിൻ്റെ ഇരട്ടി കോൾ റേറ്റിംഗ് ഉണ്ട്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 26,270-75 റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും 26,250 നല്ല രീതിയിൽ കോൾ റേറ്റിംഗ് ഉണ്ട്. 26,200 ബലാബലം കോൾ റേറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാനുള്ള ഒരു മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. ഞാൻ ആസ് പെർ ഡേറ്റ വെച്ചാണ് പറയുന്നത്. ഓക്കെ, ഡേറ്റ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,300, 26,250, 26,200 നല്ലപോലെ കോൾ റേറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ അല്ല, മാർക്കറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മേലോട്ട് തന്നെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരെല്ലാം അവിടുന്ന് ഒഴിയേണ്ടി വരും. അപ്പോൾ ഷോർട്ട് കവറിങ് അടക്കം മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. പക്ഷെ അതങ്ങനെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇതിനെപ്പറ്റി നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഡേറ്റ വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു. ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ അവസാനം ഇത് വീഡിയോ കട്ട് ചെയ്ത് അത് കയറ്റി. അതുകൊണ്ട് നിങ്ങൾ അതിനത് അരോചകം തോന്നും, നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് കാര്യങ്ങൾ പഠിക്കാന്നുള്ളതല്ലേ, ഭംഗിയല്ലുള്ള കാര്യം പഠിക്കാന്നുള്ളതല്ലേ. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ല, കണ്ണ് അടച്ച് ട്രേഡ് എടുക്കുന്നവർക്ക് ഇന്നൊരു ട്രേഡ് ഇല്ലായിരുന്നു. പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഇന്നൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ട്രേഡാണിത്. ഇതിനാണ് ഞാൻ പറഞ്ഞത് കാത്തിരുന്ന് ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ, നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എവിടെയാണ് ഈ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഓൾ ടൈം ഹൈയിൽ വന്നു, ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടി. ഇതിന് ശേഷം ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് ഇവിടം വരെ ടാർഗറ്റ് ഇവിടം വരെ ഉള്ളൂ, ഇവിടം വരെ ഒന്നും ഇല്ല. ഇവിടം വരെ എടുത്ത് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി, അവർക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു അവസരമുണ്ട്. പിന്നെ അല്ലാതെ റിസ്ക് എടുത്ത് ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് കിട്ടിക്കാണും. അതൊന്നും എൻ്റെ വിഷയമേ അല്ല. നിങ്ങളുടെ സ്കില്ലാണത്.
നിങ്ങളുടെ സ്കില്ലാണത്. നിങ്ങൾ എന്താ പറയുന്നത്, ലെവലുകൾ നോക്കാതെ നിങ്ങൾ നോക്കി ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ ഇറങ്ങുന്നത് നിങ്ങളുടെ സ്കില്ലാണ്. ഞാൻ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന ആയിട്ട് ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ട്രേഡേ ഉള്ളായിരുന്നു. ആ ട്രേഡ് ഇവിടെയാണ്. 5 മിനിറ്റിൻ്റെ ഈ ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് വേറെ നമുക്ക് ഇവിടെ എങ്ങും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല, വേറെ എങ്ങും ഇല്ല വേറെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കലെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യത എന്താണ്? ഇതിൻ്റെ ഒരു കാരണം ഞാൻ നമ്മുടെ സീനിയർ ഗ്രൂപ്പിൽ ഒരു ചെറിയൊരു വോയിസ് ഇട്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ആ വോയിസിൻ്റെ അവസാനം ഞാൻ കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് FIs കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് അല്ലേ. ആ സെല്ലിങ്ങിൻ്റെ നടുവിലും ഇങ്ങനെയുള്ള ട്രേഡ് ഡീൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും 50% താരിഫ് അടിച്ചതിൻ്റെയൊക്കെ നടുവിൽ ആണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്തത്, ഓൾ ടൈം ഹൈ അടിച്ചേക്കുന്നത്. ഇവിടെ ക്ലിയർലി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി DISൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതെന്താണ് ലോകത്തിന് കൊടുക്കുന്ന സിഗ്നൽ എന്താണ് കൊടുക്കുന്ന സിഗ്നൽ? FISൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടും FIS ഇത്രയും വിറ്റിട്ടും ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോയില്ല, അല്ലെ സ്ട്രോങ് ആണ് എന്ന് തെളിവോടുകൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു മാതൃകയാണ്. എന്താണ് മാതൃക എന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ വീണ്ടും FISൻ്റെ സാന്നിധ്യം ഇല്ലാതെ, അല്ലെ FISൻ്റെ കൂടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നമ്മൾ ഓൾ ടൈം ഹൈ അടിച്ചു. ഇത് എന്ത് ചെയ്യും, മറ്റവരെ ചില്ലറയൊന്നുമല്ല, അവർക്കൊരു ഈഗോ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്കും ഒരു ഈഗോ മനസ്സിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളില്ലാതെ ഒരു ഓൾ ടൈം ഹൈ അടിച്ചു എന്നാൽ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതി. ഞാനിതൊക്കെ എൻ്റെ ഒരു വേർഷനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ദൈവത്തെ വിവാദമാകണ്ട, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് പറയല്ലേ. ഇത് എൻ്റെ മാത്രം ഒരു വേർഷനാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ചിന്തയാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പം എന്നാൽ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും അവരുടെ ഇനിയും കോടികൾ കിടക്കുക, ലക്ഷം കോടികൾ കിടക്കുക നമ്മുടെ മാർക്കറ്റിൽ. ഓക്കെ, എന്നാലും ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു സെല്ലിങ് നടത്തിയാൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് അങ്ങനെ ഒരു സെല്ലിങ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. കാരണം അങ്ങനെ ഒരു സെല്ലിങ് ഉണ്ടാകാനുള്ള ധാരാളം കാരണങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് നിലവിൽ. നമ്മൾ ഓരോന്നും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്നത് 2 കാര്യങ്ങൾ പറയാം. നാളെ ഇന്ത്യയുടെ ക്വാർട്ടർ GDP വരുവാണ്. അപ്പോൾ ക്വാർട്ടർ GDPക്കകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്വാർട്ടർലി GDP എന്ന് പറയുന്നത് 7.8 ആയിരുന്നു. 7.8. പക്ഷേ ഈ പ്രാവശ്യം അനലിസ്റ്റുകൾ അത് കുറച്ചിട്ടുണ്ട്. അത് വെറും 7.3 മാത്രമേ ഈ ക്വാർട്ടർലി കാണൂ എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ തന്നെ അത് കുറഞ്ഞു. ഇനി ഈ 7.3 എങ്ങാണം വന്നില്ല, അതിനെങ്ങാണം താഴെയാണെന്നുണ്ടെങ്കിൽ പണിപാളും. വീണ്ടും ശങ്കരൻ അഗെയിൻ എടുത്ത് കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പോലെ സാധനം മാർക്കറ്റ് താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കണം, പാർട്ടിസിപ്പേഷൻ FISൻ്റെ ഇല്ല. നമ്മൾ റീറ്റെയിലേഴ്സും ഈ പറഞ്ഞ പ്രൊപ്പറേറ്ററും DIs എല്ലാവരും കൂടാണ് നമ്മൾ ഈ വലിച്ചു കയറ്റിയേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് കയറ്റുന്നതിനൊരു പരിധിയുണ്ട്, അത് നമ്മൾ മറന്നുപോകല്ലോ എന്നത് കാര്യം. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ GDP ഫോർകാസ്റ്റ് വേൾഡ് ബാങ്ക് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറഞ്ഞത് 6.5 ആയിരുന്നു. ഈ വർഷം 2025 6.5 ആയിരുന്നു നമ്മുടെ GDP വേൾഡ് ബാങ്ക് പ്രൊജക്റ്റ് ചെയ്തത്. പക്ഷേ അടുത്ത വർഷം 2026 അത് വെറും 5.8 മാത്രമേ കാണുള്ളൂ എന്ന് വേൾഡ് ബാങ്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും നമുക്കൊരു നെഗറ്റീവ് പ്രശ്നമാണ്, ഒരു നെഗറ്റീവ് സബ്ജക്റ്റാണ്. അപ്പം അത് മാർക്കറ്റിൽ അത് മാർക്കറ്റിൽ പ്രതിഫലിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ വരുന്ന ജി ഡി പി അതിനെ ശരിവെക്കുന്നതായിരിക്കണം. അതായത് ഈ പറയുന്ന പോലെ 7.3 താഴെങ്ങാനും GDP പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ്ങിനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പം അത് മാത്രമല്ല, അത് രണ്ട് കാര്യം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർ പീസ് ഡീല് ഇതുവരെയായിട്ടും ഇന്നുണ്ടാകും ഇന്നലെ ഉണ്ടാകും ഇന്നുണ്ടാകും നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞ നാളെ അതിനെപ്പറ്റി ഇതിനായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം, അതിൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഡീൽ ഇതുവരെയായിട്ടും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ഇതുവരെയായിട്ടും. അപ്പം ആ കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു സംഗതിയാണ്. ഇതുവരെയായിട്ടും നമ്മുടെ ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിലും ഒരു കാര്യവും ട്രംപും വേണ്ടിയിട്ടില്ല, നമ്മുടെ സൈഡിൽ നിന്നും ഒരു അനക്കം ഉണ്ടായിട്ടില്ല. അതും ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു അവിയൽ പരുവാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഓൾ ടൈം ഹൈ പോയി അടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഓൾ ടൈം ഹൈ അടിച്ച് മോളോട്ട് ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായ അടിത്തറ വേണം. മാർക്കറ്റിനെ മുമ്പോട്ട് നയിക്കാൻ തക്ക രീതിയിലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ അതുപോലെ തക്ക അടിത്തറകളോ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഫർദറായിട്ട് മാർക്കറ്റിന് മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, ഞാനീ പറയുന്നത് എൻ്റെ വേർഷൻ മാത്രമാണ്. നമുക്ക് മാർക്കറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ ട്രേഡ് ഡീൽ സംഭവിക്കണം, ഓക്കെ, അല്ലെങ്കിൽ ഈ വാറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഫർദറായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങളുടെ മനസ്സിലിരിക്കുക. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം വീക്കിലി അനാലിസിസ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാനുള്ളത്, ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. ഇന്നും US മാർക്കറ്റ് അവധിയാണ്. നാളെ ഹാഫ് ഡേ കണ്ടേ ഉള്ളൂ. നാളെ ഉച്ച വരെ കണ്ട് കുറച്ച് പകുതി സമയം മാത്രമേ നാളെ മാർക്കറ്റുള്ളൂ. അപ്പം ജസ്റ്റ് ഇന്ന് മാർക്കറ്റില്ല. പക്ഷേ US ഫ്യൂച്ചർ ഉണ്ട്. ഫ്യൂച്ചർ ഫ്ലാറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. US ഫ്യൂച്ചർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് US മാർക്കറ്റിലായതുകൊണ്ട് നമ്മുടെ ലോക്കൽ ക്യൂകളായിരിക്കും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ നയിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേൾഡ് വൈസിൽ എന്തെങ്കിലും വേറെ ന്യൂസുകൾ എന്തെങ്കിലും വരണം. അപ്പോൾ നമുക്കിനി നാളെ നമുക്ക് നോക്കാനുള്ള കാര്യം, നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതാണ് നിർണായകം. ഈ പറയുന്ന 26,172 ഈ 26,172 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, 26,172 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാധനം നേരെ താഴോട്ട് പോരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 26,025 ഈ ഒരു പോയിൻ്റ് നമുക്ക് വെരി ക്രൂഷ്യലായിരിക്കും. ഓക്കെ, അപ്പോൾ 26,025 നാളെ തലവരെയായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. അത് വരണമെന്നുണ്ടെങ്കിൽ 26,172 ബ്രേക്ക് ചെയ്യണം. ഇപ്പം 26,215 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ വരയിലാണ്. നമ്മൾ 214.85 വരച്ചേക്കുന്നത്, 215 ക്ലോസ് ചെയ്തത്. നമ്മുടെ വരയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഇനി 26,172 ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ 26,100, അതിനുശേഷം 26,000. ഇതാണ് നമ്മുടെ മെയിൻ സപ്പോർട്ട്. 26,100 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 26,025 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്തിലെ നിഫ്റ്റിക്കകത്തിലെ മേജർ സംഭവം. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. മുകളിലോട്ട് പോയാൽ 26,278 ഇന്നലത്തെ ഓൾ ടൈം ഹൈ, നമ്മുടെ പഴയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വര പുതിയ ഇട്ടിട്ടുണ്ട്, 26,364. ഓക്കെ, ആ വര നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാമ്പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നിഫ്റ്റിയെ പറ്റി ഇത്രയാണ് നമുക്ക് ഇപ്പോഴേ ആകെ ഉള്ളൊരു സമ്മറി. അപ്പോൾ നാളെ ഒരു അൺസർട്ടനിറ്റി ദിവസമായിരിക്കും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന് US ഫ്യൂച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രം രാവിലെ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് സെൻസെക്സ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻസെക്സ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മൾ വരച്ച 25,800 എന്ന് പറഞ്ഞ വരയിലാണ് മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ വരച്ച ട്രെൻഡ് ലൈൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമുക്ക് മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ആ ട്രെൻഡ് ലൈൻ തട്ടിയാണ് മാർക്കറ്റ് നേരെ തിരിച്ചിവിടെ വന്നിരിക്കുന്നത്. ഈ നാളെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്കൊരു ഫർദർ മൂവ് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 59,326 താഴെ കിടപ്പുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നേരെ സാധനം താഴോട്ട് പോരും. കാരണം ഓൾ ടൈം ഹൈ നിൽക്കുന്ന സാധനമാണ്. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് 14,096 പോയി ടച്ച് ചെയ്തു, ഓൾമോസ്റ്റ് അടുത്തതിന് ശേഷം താഴെ 14,075 ഈ ഏരിയ തന്നെ, അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനിയും നാളെ അടുത്ത ദിവസങ്ങളിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 14,000
96 ബ്രേക്ക് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ 14.031 ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് 13,956 എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ കിടപ്പുണ്ട്. അപ്പം നാളെ എല്ലാം ജഹപുകയായിരിക്കും. നാളെ എല്ലാം ഓൾ ടൈം ഹൈയിലാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തി, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തി, മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ എത്തി, സെൻസെക്സ് ഓൾ ടൈം ഹൈ എത്തി. എല്ലാവരും ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം കണ്ടറിയാൻ കോശി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ നമ്പർ ഏതാ നമ്പർ? ഞാൻ ഈ വീഡിയോയിൽ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും വീഡിയോ കാണാതാണ് എന്നോട് ഈ നമ്പറും സാറെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒക്കെ ശരിയല്ല. നിങ്ങളാദ്യം വീഡിയോ കാണുക. വീഡിയോക്കകത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോക്കകത്തിലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ട് ചെയ്യുക. ചുമ്മാ വീഡിയോ കാണാതെ കമൻറ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് സാറേ എവിടെയാണ് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.